ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നല്ലൊരു അടിപൊളി മസാല പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ പഴയ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളിതാ മസാല പൗഡറിനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി മസാല പൗഡർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ്, കറാമ്പട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് അടുപ്പത്ത് വെച്ചിട്ട് കറാമ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറാമ്പട്ട നമ്മൾ ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്തെടുക്കുകയാണ്. ഏലക്കായ്, കറാമ്പട്ട, പിന്നെന്തിന് ജീരകം, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഇത് ഉമ്മൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ജീരകവും അതുപോലെ തന്നെ ഏലക്കായും കറാമ്പൂവും മറ്റേ സ്റ്റാർ എന്ന് പറയില്ലേ അത്, പിന്നെന്തൊക്കെ ജാതിക്ക, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കേട്ടോ. അതിൽ സാജീരകം ഉണ്ട് കേട്ടോ, സാജീരകം മെയിനാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഉമ്മ നന്നാക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തണഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് പൊടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നന്നായി തണഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാൻ പാടില്ല. ഇതെന്നല്ല, എന്തൊരു സാധനമായാലും നമ്മൾ ചൂടോടുകൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാൽ മിക്സിൻ്റെ ജാറ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാ സാധനം തണഞ്ഞതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മളിത് ഫുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. എന്താ വെച്ചാൽ ഈ പൊടി നമ്മളിനി ബോട്ടിലാക്കി വെക്കും. അതിന് മുമ്പേ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പാത്രത്തിലാക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് പൗഡർ ഉണ്ടാവുക. ഇത് ബിരിയാണി പൊടി കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടിടുക. അതുപോലെ തന്നെ ഈ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ റൈസിൻ്റെ മുകളിൽ വിതറാൻ അതിനൊക്കെ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഉലുവ പൊടിച്ചത് കേട്ടോ. ഉലുവ പൊടിച്ച് പറഞ്ഞാൽ എല്ലാ കറിയിലേക്കും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടി കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ഉലുവ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇനി ഇതിങ്ങനെ പൊട്ടൂലേ, പൊട്ടുന്ന രീതിയിൽ ടിക് ടിക് എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. അപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ആയിട്ടോ, ഇത്ര രീതിയിൽ കളറായി ഏകദേശം ഒന്ന് റെഡി ചെയ്യുന്നുണ്ടാൽ നമ്മളിതെടുക്കും. എന്നിട്ട് ഇതുപോലെ തണഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ, അതായത് പൊടിക്കുള്ളൂ. അപ്പോൾ ഉലുവൻ്റെ ഇതുപോലെ തണയാൻ വേണ്ടി നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് കറിയിലേക്ക് ഇടാം. മീൻ കറി, ബീഫ് കറി, എല്ലാ കറികളിലേക്കും നമുക്ക് ഉലുവ പൊടിച്ച് ചേർത്തെടുക്കാം കേട്ടോ. ഈ ഉലുവ കഴിച്ച് പോകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഉലുവ ഇട്ടാൽ റെഡി ആവില്ല, അപ്പോൾ കഴിച്ച് പോകും കറി. അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർ ഇതുപോലെ ഉലുവ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ ഉലുവ കഴിക്കൂല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്കൊക്കെ. പിന്നെ മാത്രമല്ല ഉലുവ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് തണഞ്ഞതിന് ശേഷം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതും പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.